ഉത്തർപ്രദേശിലെ സഹാറൻപൂരിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കെ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ബി.ജെ.പി 180 സീറ്റ് കൂടുതൽ നേടില്ലെന്ന് പറഞ്ഞു. എന്തടിസ്ഥാനത്തിലാണ് ബി.ജെ.പി 400 സീറ്റ് കിട്ടുമെന്ന് പറയുന്നത്? ജ്യോതിഷികളാണോ? ഒന്നുകിൽ അവർ മുമ്പ് എന്തെങ്കിലും ചെയ്ത് 400-ൽ അധികം സീറ്റുകൾ ഉറപ്പിക്കുമെന്ന് അവർക്കറിയാം. അല്ലെങ്കിൽ 400 സീറ്റ് ലഭിക്കുമെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇ.വി.എമ്മുകളിൽ കൃത്രിമം കാണിക്കാത്ത രീതിയിലാണിന്ന് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ അവർക്ക് 180 സീറ്റ് കൂടുതൽ ലഭിക്കില്ലെന്ന് എനിക്ക് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും. വാസ്തവത്തിൽ ബി.ജെ.പി 180 സീറ്റ് താഴെ മാത്രമേ വിജയിക്കൂ, പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ലോക്പോൾ സർവേ പ്രകാരം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു.ഡി.എഫ് നേട്ടം ആവർത്തിക്കുമെന്നും കർണാടകയിൽ തനിച്ചു മത്സരിക്കുന്ന കോൺഗ്രസ് വൻ തിരിച്ചുവരവ് നടത്തുമെന്നും ലോക്പോൾ മെഗാ സർവേ പറയുന്നു. കേരളത്തിൽ 18 മുതൽ 20 സീറ്റ് വരെ യു.ഡി.എഫിന് ലഭിക്കും. 2 സീറ്റ് വരെ എൽ.ഡി.എഫിനും ലഭിക്കാനാണ് സാധ്യതയെന്നും ബി.ജെ.പി അക്കൗണ്ട് തുറക്കില്ലെന്നുമാണ് സർവേ ഫലം. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരവും കർണാടകയിൽ ഭരണാനുകൂല വികാരവുമാണ് സർവേയുടെ കണ്ടെത്തൽ. കേരളത്തിൽ പ്രകടമായ ഭരണവിരുദ്ധതയാൽ മധ്യവർഗ വോട്ടർമാരും താഴേക്കിടയിലുള്ളവരും യു.ഡി.എഫിന് അനുകൂലമാണ്. ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കാനുള്ള ബി.ജെ.പി ശ്രമത്തിന് മണിപ്പൂർ തെലങ്കാനയിൽ ക്രിസ്ത്യൻ സ്കൂളുകൾ തല്ലിത്തകർത്ത സംഭവവും ദേശീയ തലത്തിലെ ക്രിസ്ത്യൻ വേട്ടയും തിരിച്ചടിയാകും. മോദി വീണ്ടും അധികാരത്തിലെത്തുന്നത് തടയാൻ ഭൂരിപക്ഷ മുസ്ലിങ്ങളും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നുവെന്നും സ്ഥാനാർത്ഥികൾ ദുർബലരായതിനാൽ ബി.ജെ.പിയുടെ ഹിന്ദുത്വ പ്രചരണം കേരളത്തിൽ ഏശുന്നില്ലെന്നും സർവേ കണ്ടെത്തുന്നു. കോൺഗ്രസിന് 1 ലോക്സഭാ എം.പി മാത്രമുള്ള കർണാടകയിൽ ഇത്തവണ 15 മുതൽ 17 വരെ സീറ്റ് പിടിക്കുമെന്നും ബി.ജെ.പി 25-ൽ നിന്ന് 11 മുതൽ 13 വരെ സീറ്റിലേക്ക് താഴുമെന്നും ലോക്പോൾ പ്രവചിക്കുന്നു. ബി.ജെ.പിക്കൊപ്പം സഖ്യമായി ജെ.ഡി.എസ് 3 സീറ്റിൽ മത്സരിക്കുന്നുണ്ടെങ്കിലും ഒറ്റ സീറ്റിലും വിജയം കാണില്ല. സിദ്ധരാമയ്യ സർക്കാർ നടപ്പാക്കിയ 5 സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ ജനങ്ങൾക്ക് വിശ്വാസമേറി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെന്ന പോലെ അഹിന്ദു വോട്ടുകൾ ഇത്തവണയും കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിക്കും. ബി.ജെ.പിയുടെ വോക്ക്ലിംഗ വോട്ടുകളിൽ ചോർച്ചയുണ്ടാകുമെന്നും ജെ.ഡി.എസുമായുള്ള സഖ്യത്തെ മണ്ഡലങ്ങളിൽ സ്വരച്ചേർച്ചയില്ലെന്നും ലോക്പോളിൻ്റെ പ്രീപോൾ സർവേ കണ്ടെത്തുന്നു. ഓരോ ലോക്സഭാ മണ്ഡലത്തിലും 1350 പേര് വീതം നഗരപ്രദേശങ്ങളിലും ഉൾഗ്രാമങ്ങളിലും നടത്തിയ സർവേ സാമ്പിളാണിത്. കഴിഞ്ഞ വർഷം നടന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ലോക്പോൾ പ്രവചനം ശരിയായിരുന്നു. കോൺഗ്രസ് 134-ൽ 129, ബി.ജെ.പി 65-59 ഏറെക്കുറെ ശരിയായിരുന്നു. കോൺഗ്രസിന് 135-ഉം ബി.ജെ.പിക്ക് 66 സീറ്റാണ് ലഭിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായി പ്രവചിച്ച EDNET.comന്റെ ലോക്സഭാ പ്രീപോൾ സർവേയിലും കോൺഗ്രസിന് 17 സീറ്റും ബി.ജെ.പിക്ക് 11 സീറ്റാണ് പ്രവചിച്ചത്.